ആപ്കി അദാലത്തിൽ രവിശാസ്ത്രിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പക്ഷാഭേദം കാണിക്കുന്നു എന്നുള്ളതാണ്. രവി, 35 വർഷമായിട്ട് താങ്കൾ ക്രിക്കറ്റിലുണ്ട്. ബാറ്റിംഗിൽ, ബോളിംഗിൽ, കമന്ററി ബോക്സിൽ, ടീം ഡയറക്ടറായിട്ടും പ്രവർത്തിച്ചു. പക്ഷേ വിരാട് കോഹ്ലിയെ പ്രശംസിച്ച അത്രയും താങ്കൾ മറ്റാരെയും പ്രശംസിച്ചിട്ടേയില്ല. താങ്കൾ എപ്പോഴും അദ്ദേഹത്തെ അത്ഭുത മനുഷ്യൻ എന്നാണ് പറയുന്നത്. കോഹ്ലിക്ക് നല്ല ആകാംക്ഷയുണ്ട്, ബോഡി ലാംഗ്വേജ് വളരെ നന്നായിട്ടുണ്ട്, വേൾഡ് ക്ലാസ് ഇന്നിംഗ്സ് കളിക്കുന്നുണ്ട്, എപ്പോഴും നന്നായിട്ട് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം വലിയൊരു ഫൈറ്ററാണ്. കോഹ്ലി ഇല്ലെങ്കിൽ ഒന്നുമില്ലെന്നാണ്. രജിത് സാർ, നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും, അതായത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് വിരാട് കോഹ്ലിയുടെ അവകാശമാണെന്ന് പറയും. പറയുന്നവർ അത് പറഞ്ഞോട്ടെ. കാരണം അദ്ദേഹം ഏത് തരത്തിലുള്ള ക്രിക്കറ്ററാണെന്ന് വെച്ചാൽ, അദ്ദേഹം കഴിഞ്ഞ 2 വർഷത്തിനിടെ കളിച്ച ക്രിക്കറ്റ് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. കാരണം അതായത് ഓസ്ട്രേലിയയിൽ 4 ടെസ്റ്റുകളിൽ സെഞ്ചുറി അടിക്കുക എന്നത് ഒരു സാധാരണ കാര്യമല്ല. IPL പെർഫോമൻസ് നോക്കൂ, വേൾഡ് കപ്പിലെ പെർഫോമൻസ് നോക്കൂ, വേൾഡ് കപ്പ് 50-50 മാച്ചിലെ പെർഫോമൻസ് നോക്കൂ. ഈ വർഷം അദ്ദേഹം കളിക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് ആയിക്കോട്ടെ, വൺ ഡേ മാച്ച് ആയിക്കോട്ടെ, ചിയർ കൺസിസ്റ്റൻസി നോക്കൂ. എനിക്ക് എല്ലാത്തിനേക്കാളും വളരെ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സിനെല്ലാം വലിയൊരു റോൾ മോഡലാണ് അദ്ദേഹത്തിൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. അതെ, വളരെ ആകർഷിച്ചിട്ടുണ്ട്. നിങ്ങളെ ആകർഷിച്ചിട്ടില്ലേ? എനിക്കും ഇഷ്ടമുള്ള പ്ലെയറാണ്. ശരിക്കും അത്ഭുതമാണ് ഇങ്ങനെയൊരു ക്രിക്കറ്റർ നമുക്കുണ്ടെങ്കിൽ. അതായത് നമ്മുടെ നാട്ടിലെ എല്ലാവരും അതിനെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യണം. അതുകൊണ്ടാണോ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും, T20, വൺ ഡേ മാച്ചില്, ടെസ്റ്റില്, ഇതിൽ 3നും അദ്ദേഹത്തെ ക്യാപ്റ്റൻ ആക്കണമെന്ന് പറയും? തീർച്ചയായും അദ്ദേഹം അവിടെ എത്തും. അത് MS ധോണി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിനുള്ള സമയം വരും. ആ സമയത്ത് വിരാടിനെ 3 ഫോർമാറ്റിൽ ക്യാപ്റ്റനായി കൊണ്ടുവരാം, സംശയിക്കേണ്ട. പക്ഷേ അറ്റ് ദ മൂമെന്റ്, അതായത് ധോണിയുടെ എക്സ്പീരിയൻസ് ഇദ്ദേഹം പ്രയോജനപ്പെടുത്തണം ടീമിന് വേണ്ടി. കാരണം ഞാൻ താങ്കളുടെ പല സ്റ്റേറ്റ്മെന്റ്സും കണ്ടിരുന്നു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം താങ്കൾ പറഞ്ഞിരുന്നു വിരാട് കോഹ്ലിയെ 3 ഫോർമാറ്റിലും ക്യാപ്റ്റൻ ആക്കേണ്ട സമയം കടന്നിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഞാൻ സെലക്ടർ ആയിരുന്നെങ്കിൽ കോഹ്ലിയെ 3 ഫോർമാറ്റിലും ക്യാപ്റ്റൻ ആക്കിയെന്നും താങ്കൾ പറഞ്ഞു. തീർച്ചയായും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊന്നും വെറുതെ പറയുന്നതല്ല. എന്താ ചെയ്തത്? എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ധോണി എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് 1 വർഷത്തിന് ശേഷം, ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ടീമിന്റെ പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ട് ധോണിയുടെ ഹങ്കർ എന്താണ്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ക്രിക്കറ്റ് എൻജോയ് ചെയ്യണമെന്നേ ഞാൻ പറയൂ ആസ് എ പ്ലെയർ. പിന്നെ വിരാട് കോഹ്ലി ആസ് എ ക്യാപ്റ്റൻ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ധോണി ടീമിലുള്ളപ്പോൾ, വൺ ഡേ ടീമിൽ ഈ ട്രാൻസാക്ഷൻ നടക്കുമല്ലോ, അത് അത്ഭുതകരമായി. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കാര്യമെടുക്കൂ. അദ്ദേഹം ധോണിയുടെ കീഴിൽ കളിച്ചല്ലോ. രാഹുൽ ദ്രാവിഡും ധോണിയുടെ കീഴിൽ കളിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരിക്കൽ ക്യാപ്റ്റൻ ആയിരുന്നു. എന്നിട്ടും അദ്ദേഹം ധോണിയുടെ കീഴിൽ കളിച്ചു. അതായത് ആ സമയത്ത് ധോണി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്റെ അഭിപ്രായത്തിൽ വിരാട് കോഹ്ലി അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. അതായത് ധോണിയുടെ പക്കൽ നിന്ന്, അദ്ദേഹത്തിന്റെ കീഴിൽ കളിക്കുമ്പോൾ. ശരി, താങ്കൾ തന്നെ പറയൂ, വിരാട് കോഹ്ലിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹം ക്യാപ്റ്റൻസി വിടണോ? അല്ലല്ല, താങ്കൾ പറഞ്ഞു വരുന്നു. ഒരിക്കലുമില്ല. പക്ഷേ ക്യാപ്റ്റനിൽ നിന്നും പഠിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. മഹേന്ദ്ര സിംഗ് ധോണിയിൽ നിന്ന്. അദ്ദേഹം വലിയ പ്ലെയറാണ്. അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരായിട്ട് 80 റണ്ണാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം 4ാമത്തെ നമ്പറിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇനിയും ധാരാളം കഴിവുകളുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഫിറ്റ്നസും വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, 10 വർഷമായി, 12 വർഷമായി പ്രഷറിലാണ് അദ്ദേഹം ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക്. ഇപ്പോ അതിനുള്ള സമയമാണ്. 1 വർഷത്തിനിടയ്ക്കോ 1.5 വർഷത്തിനിടയ്ക്കോ ആ റെസ്പോൺസിബിലിറ്റി വേറെ ഏതെങ്കിലും പ്ലെയർ ഏറ്റെടുക്കണം. ധോണിയെ ക്രിക്കറ്റ് എൻജോയ് ചെയ്യാൻ അനുവദിക്കണം. 4ഉം 6ഉം ഒക്കെ അടിക്കണം. അദ്ദേഹം ക്രിക്കറ്റ് എൻജോയ് ചെയ്യണം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പോലെ. ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയ സമയത്ത്, ടെസ്റ്റിൽ നിന്ന് റിട്ടയർഡ് ആയത് താങ്കളുടെ അല്ല, ഒരിക്കലും താങ്കളുടെ സജഷൻ എന്തെങ്കിലും? തീർച്ചയായും അല്ല. ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടായിരുന്നവരെല്ലാം ഷോക്കായി പോയി, സർപ്രൈസ് ആയിപ്പോയി. അദ്ദേഹം അകത്ത് വന്നു, പിന്നെ പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തു, പിന്നെ വീണ്ടും അകത്തേക്ക് വന്നു. അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് ഒരു 10 മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആർക്കും തന്നെ ആ സമയത്ത് അദ്ദേഹം എന്താ പറയാൻ പോകുന്നതെന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹം അപ്പോൾ പറഞ്ഞു, സമയമായി, നിർത്താറായി, എനിക്കിനി 3 ഫോർമാറ്റിൽ കളിക്കാൻ കഴിയില്ലെന്ന്. ഞാൻ ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും റിട്ടയർ ആവാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതായത് ഈ ഷോക്ക്, അത് എന്നെ വിട്ടേക്കൂ.
ടീം മാനേജ്മെന്റിന് അറിയില്ല, ടീമിലെ ഒരാൾക്ക് പോലും അറിയില്ല, ക്ലോസ് ഫ്രണ്ട്സിന് പോലും അറിയില്ല, അദ്ദേഹത്തിന്റെ ഫാമിലിക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. പെട്ടെന്നാണ് വന്ന് സർപ്രൈസായി ഈ കാര്യം പറഞ്ഞത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ആവാൻ പോകുന്നു. ആൻഡ് വൺ ഡേ ക്രിക്കറ്റിൽ നിന്നും അത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹം ആരോടും ഒന്നും പറയാതെ വരികയായിരുന്നു. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം വൺ ഡേ ക്രിക്കറ്റ് വിടുന്നതാണെങ്കിൽ ശരി, അല്ല T20 ക്യാപ്റ്റൻഷിപ്പ് വിട്ടതാണെങ്കിൽ ശരി, താങ്കളുടെ സജഷനൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ലല്ല, ഒരിക്കലുമല്ല. യാതൊരു സജഷന്റെയും ആവശ്യമില്ല. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അദ്ദേഹം ഏത് രീതിയിലുള്ള ആളാണെന്ന് വെച്ചാൽ. കമ്പൽസറി അവിടെ ഉണ്ടാവില്ല. ഒരുപക്ഷേ അദ്ദേഹത്തിന് തോന്നിയാൽ കാലാവധി കഴിഞ്ഞു, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ഉടനെ പോകും. ഐദർ എസ് ക്യാപ്റ്റൻ ഓർ എസ് പ്ലെയർ. അദ്ദേഹത്തിന് ഇനി എത്രത്തോളം കളിക്കാൻ സാധിക്കുമെന്ന് താങ്കൾ കരുതുന്നു? അതായത് അടുത്ത വേൾഡ് കപ്പ് വരെ? അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് നോക്കൂ, അദ്ദേഹത്തിന്റെ കളി കണ്ടിട്ടില്ലേ? സ്റ്റംപ് ചെയ്യുമ്പോഴുള്ളത്, വിക്കറ്റ് കീപ്പിംഗിൽ. അവസാനത്തെ 2 മാച്ചിൽ അദ്ദേഹം ചെയ്ത സ്റ്റംപിങ്ങുകൾ അദ്ദേഹത്തിനോട് ഒരു ബാറ്റ്സ്മാനും മത്സരിക്കാൻ കഴിയില്ല. ഇനിയും 3-4 വർഷം അദ്ദേഹത്തിന് കളിക്കാം. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻഷിപ്പിനെ പറ്റി. 1.5 വർഷങ്ങൾക്ക് മുമ്പ് MS ധോണി അത്രയും പ്രഷർ എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് ഞങ്ങളുടെ മാനേജ്മെന്റ് ചിന്തിക്കണമായിരുന്നു. പക്ഷേ കോഹ്ലിയെ അഭിനന്ദിക്കുന്ന അത്ര താങ്കൾ എന്തുകൊണ്ട് ധോണിയെ അഭിനന്ദിക്കുന്നില്ല? ഒരുപാട് തവണ അഭിനന്ദിച്ചിട്ടുണ്ട്. ക്രിക്കറ്റിൽ അദ്ദേഹം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്ലെയറാണ്. 15 വർഷക്കാലം അദ്ദേഹത്തിന്റെ കളികൾ, അദ്ദേഹം എപ്പോ അങ്ങനെ ഒരു തീരുമാനമെടുത്തോ, ഡിസൈഡ് ചെയ്തോ, എല്ലാ ഫോർമാറ്റിൽ നിന്നും പുറത്തു വരണമെന്ന് ചിന്തിച്ചോ, അദ്ദേഹം ശരിക്കും നമ്മുടെ ഗ്രേറ്റസ്റ്റ് പ്ലെയറാണ്. ഓൺ ദ സെയിം ലെവൽ ആസ് ഗവാസ്കർ, കപിൽ ദേവ്, ടെണ്ടുൽക്കർ. ധോണിയും ആ ലെവലിൽ തന്നെ ഉണ്ടാവും. ധോണി വളരെ ബ്രില്യൻ്റായ ക്യാപ്റ്റനാണ്, വളരെ കൂളാണ്. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിലും അദ്ദേഹം കൂളായിട്ടിരിക്കുമോ? തീർച്ചയായും. നിങ്ങൾ വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങളും ഇക്കാര്യം മനസ്സിലാക്കണം. അതായത് ഞാൻ ഇതുവരെ ഒരു പ്ലെയറിനെയും അങ്ങനെ കണ്ടിട്ടില്ല. അതായത് അദ്ദേഹം ഒന്നിനെയും വകവയ്ക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ശരി, ആരെങ്കിലും അഭിനന്ദിച്ചാൽ, 0 എടുത്താൽ, അല്ലെങ്കിൽ 100 അടിച്ചാൽ, ടീം ജയിച്ചാലോ ടീം പരാജയപ്പെട്ടാലോ അദ്ദേഹം ഒന്നും വകവയ്ക്കില്ല. അദ്ദേഹത്തിന്റെ ഡിമൈനർ, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എപ്പോഴും കൺസിസ്റ്റൻസ് ആയിരിക്കും. അതിരിക്കട്ടെ, വിരാട് കോഹ്ലി എങ്ങനെ? വിരാടിന്റെ കാര്യം നേരെ മറിച്ചാണ്. അദ്ദേഹം ടോട്ടലി ഡിഫറൻ്റ് ആയ ഒരാളാണ് MS ധോണിയിൽ നിന്നും. വിരാട് കോഹ്ലി ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, വളരെ എക്സ്പ്രസീവായ ഒരാള്. ഒരുപക്ഷെ എന്തെങ്കിലും ഡിസപ്പോയിന്റ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാപ്പി ആണെങ്കിലോ, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കറക്റ്റ് അല്ലേ? 2 മിനിറ്റ് കൊണ്ട് നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ അദ്ദേഹം ശരിയില്ലാത്തൊരു ഷോട്ട് അടിച്ചാൽ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ഡിസപ്പോയിന്റഡ് ആണെന്ന്. ഒരുപക്ഷെ വിക്കറ്റ് വീഴ്ത്തിയാലോ ടീം ജയിച്ചാലോ അതും അദ്ദേഹം പ്രകടിപ്പിക്കും. അതുകൊണ്ടാണ് സഞ്ജയ് മഞ്ജരേക്കർ പറയുന്നത് 2 അഗ്രേസീവായ, അതായത് ഒന്ന് രവിശാസ്ത്രിയും മറ്റൊന്ന് വിരാട് കോഹ്ലിയും, രണ്ടുപേരും ചേർന്ന വലിയ ആപത്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ലേ സംഭവിക്കൂ. പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് സൂപ്പർ പോസിറ്റീവ്. ശരിയല്ലേ? ഇതൊരു വലിയ കാര്യമല്ല. അതായത് ഞങ്ങളുടെ ടെമ്പർമെന്റ് ഏകദേശം സിമിലർ ആണ്. കാരണം ഞാനും വളരെ അഗ്രസീവ് ആയിരിക്കും. നമ്മൾ കളിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്, ടൈം പാസിനല്ല കളിക്കുന്നത്. നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത്. അതാണ് എനിക്ക് വലുത്. യുനോ, അതാണ് പ്ലേ വിത്തിൻ ദ റൂൾസ്. കളിക്കണം, കളി മുന്നോട്ട് കൊണ്ടുപോകണം, അവസാനം വിജയിക്കണം. പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോഹ്ലി വളരെയധികം അഗ്രസീവാണ്, അത്രത്തോളം അഗ്രസീവിന്റെ ആവശ്യമില്ലെന്നാണ്. അതെല്ലാം സ്വയം അദ്ദേഹം തന്നെ പഠിക്കും. എവിടെയൊക്കെ ലൈൻ ഡ്രോപ്പ് ചെയ്യണം, എവിടെയൊക്കെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ. നിങ്ങൾ അദ്ദേഹത്തെ കഴിഞ്ഞ 6-7 മാസത്തിനോട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം എത്ര മെച്യൂർ ആയിട്ടുണ്ടെന്ന് ആസ് എ ക്യാപ്റ്റൻ. അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുന്നത്, പിന്നെ അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുന്നത്, അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാകും അദ്ദേഹം മെച്യൂർഡായെന്ന്. ഇപ്പോൾ ന്യൂസിലൻഡിനെതിരായിട്ട് കളിക്കുമ്പോൾ അദ്ദേഹം സെഞ്ചുറി അടിച്ചിരുന്നു, പക്ഷേ പഴയ അഗ്രസീവ് ഒന്നുമില്ല. തീർച്ചയായും. നിങ്ങൾ അദ്ദേഹത്തെ ഓസ്ട്രേലിയ ടീമായിട്ട് കളിക്കാൻ വിട്ടെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ കളിക്കാൻ വിട്ടെ, എന്നിട്ട് പറയൂ. പാകിസ്ഥാനോടൊപ്പം കളിക്കുന്ന സമയത്ത് മൊത്തം ടീമിനും അത്രത്തോളം അഗ്രസീവ് എവിടുന്നാണ് വരുന്നത്? അത് ഓട്ടോമാറ്റിക്കാണ്, അതിനൊന്നും പറയാൻ പറ്റില്ല. അത് തനിയെ വന്നോളും. ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഞാനൊരു പ്ലെയറായിരുന്നപ്പോഴും എനിക്ക് ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ടീമിന്റെ ഡയറക്ടറായിരുന്നപ്പോൾ 3 വലിയ മാച്ച് കളിച്ചു എഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. ഒന്ന് വേൾഡ് കപ്പ്, മറ്റൊന്ന് ഏഷ്യ കപ്പ്. എന്തുമാത്രം ടെൻഷൻ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ ഉണ്ടാവുമെന്നറിയോ? വേറൊരു മാച്ചിലും അത്രയ്ക്ക് പ്രഷർ ഉണ്ടാവില്ല.
രവി, താങ്കൾക്ക് വിരാട് കോഹ്ലിയെക്കുറിച്ചും അറിയാം, MS ധോണിയെക്കുറിച്ചും നന്നായിട്ട് അറിയാം, രണ്ടുപേരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും നടുക്ക് വഴക്കുണ്ടാകുന്നു. അതിന്റെ കാരണം എന്താണ്? ഒരിക്കലും അത് വഴക്കല്ല. ഇൻഫാക്ട് അത് ഈ പ്രസ്സുകാര് വഴക്കിടണമെന്ന് അവർ ആഗ്രഹിക്കും, പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. പരസ്പരം അവരുടെ റെസ്പെക്ട് ഉണ്ടല്ലോ, അത് വളരെ ആശ്ചര്യപ്പെടുത്തും. വിരാട് കോഹ്ലി അത്രയ്ക്ക് ബഹുമാനിക്കുന്നുണ്ട് MS ധോണിയെ. അദ്ദേഹം ചിന്തിക്കുന്നു, ഇദ്ദേഹം വലിയ പ്ലെയറാണ്, ഇദ്ദേഹത്തിൽ നിന്നും പലതും പഠിക്കണമെന്ന്. പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കും. അതുപോലെ MS ധോണിക്ക് വിരാട് കോഹ്ലിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് എല്ലാം അറിയാം. അതായത് അദ്ദേഹം ഡെഡ്ലി പ്ലെയറാണ്, മാക്സിമം ഔട്ട്പുട്ട് അദ്ദേഹത്തിൽ നിന്നും എങ്ങനെ പുറത്തെടുക്കാം, അത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. സോ ഇതുപോലൊക്കെ കേട്ടിട്ടില്ലേ, 2 ആൽഫ മെയിൽസ് ഒരേ ഡ്രസ്സിംഗ് റൂമിൽ? അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റെസ്പെക്ട് വളരെ വലുതാണ്. അതായത് എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്, വളരെ നല്ലത്. ഈ പരസ്പര നടുവിൽ ഒരു ഇംപ്രഷൻ ഉണ്ട്, പരസ്പരമുള്ള വഴക്ക്, ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കില്ലെന്നൊക്കെ. ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ്. ഞങ്ങൾ കളിക്കുന്ന സമയത്ത് കപിൽ ദേവ് ക്യാപ്റ്റൻ ആണെങ്കിൽ ആരെങ്കിലും സുനിൽ ഗവാസ്കറെ ക്യാപ്റ്റനാക്കാൻ പറയും, മറ്റു ചിലര് ബേദിയെ ക്യാപ്റ്റനാക്കാൻ പറയും, പിന്നെ ചിലർ മറ്റൊരു പേര് പറയും. അതായത് ഈ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ പലരും പല അഭിപ്രായങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് മീഡിയ. പക്ഷേ എല്ലാത്തിനേക്കാളും ഏറ്റവും വലുത് പ്ലെയേഴ്സ് എന്ത് ചിന്തിക്കുന്നു എന്നാണ്. ഈ കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ. പ്ലെയേഴ്സ് പരസ്പരം ബഹുമാനിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. റെസ്പെക്റ്റ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ വഴക്കുണ്ടാകാറില്ല. ഒരിക്കലുമില്ല. വഴക്കിടുകയേയില്ല. വിരാട് കോഹ്ലിക്കും ധോണിക്കും നടുവിൽ വഴക്കുകളൊന്നുമില്ലെന്ന് താങ്കൾ പബ്ലിക്കിനോട് പറഞ്ഞത് വളരെ നന്നായി. രണ്ടുപേരും വളരെ പോപ്പുലറാണ്, ജനങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്. ധോണിയെക്കുറിച്ചും വിരാട് കോഹ്ലിയെക്കുറിച്ചും ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സർ, താങ്കളുടെ സമയത്ത് വളരെ നന്നായിട്ടാണ് താങ്കൾ കളിച്ചത്. വളരെ നന്നായി കളിച്ചിരുന്നു, ഇന്റർനാഷണലിലും കളിച്ചു. സ്പോർട്സ്മാൻമാരെ അവരുടെ പെർഫോമൻസ് വെച്ചാണ് വിലയിരുത്താറുള്ളത്. സോ ഇപ്പോഴുള്ള വിരാട് കോഹ്ലിക്ക് താങ്കളുടെ ശൈലിയാണ് കൂടുതലായിട്ടുള്ളത്. ഈ ഷോ മൂലം അദ്ദേഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് ഞാനിപ്പോൾ മെസ്സേജ് ഒന്നും തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഓരോ ദിവസവും വിരാടിനെ കാണുമ്പോൾ, അതായത് അദ്ദേഹത്തിന്റെ ഫോക്കസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ എത്തിക്സ്, പിന്നെ അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷൻ, ഓരോ ഗെയിമിനു വേണ്ടിയും അത് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ ഗെയിമിലെ കളി അത് പുറകിലോട്ട് തള്ളിക്കളയും. അതായത് ലാസ്റ്റ് ഗെയിമിൽ അദ്ദേഹം 150 റൺ എടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ അടുത്ത ഗെയിമിൽ ബാറ്റിംഗ് ചെയ്യാൻ വന്നപ്പോൾ കഴിഞ്ഞതെല്ലാം അദ്ദേഹം മറന്നു. അദ്ദേഹത്തിന്റെ ഫോക്കസ്, തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ, അതെല്ലാം നമ്മൾ കാണണം. അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും തുടങ്ങണമെന്ന് അദ്ദേഹത്തിന് അറിയാം, സീറോയിൽ നിന്ന്. അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. അദ്ദേഹത്തിന്റെ വർക്ക് എത്തിക്സ് അഭിനന്ദനം അർഹിക്കുന്നു. അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ താങ്കൾ പറഞ്ഞിരുന്നു, അതായത് പലരും താങ്കളോട് പറയാറുണ്ട് ധോണി റിട്ടയർഡ് ആയെങ്കിൽ നന്നായിരിക്കുമെന്ന്. ഉള്ളതാണോ? ഞാൻ 3-4 വർഷമായിട്ട് വായിക്കുന്നതാണ്. അദ്ദേഹം ഒരു കളിയിൽ റൺ അടിച്ചില്ലെങ്കിൽ അപ്പോൾ എല്ലാവരും എന്താണ് പറയുക? അദ്ദേഹം റണ്ണെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്തു നിർത്തൂ, മാറ്റി നിർത്തൂ. ധോണി അവിടെ ഇരിക്കട്ടെ, അദ്ദേഹത്തിനൊരു നല്ല കട്ടിൽ കൊടുക്കൂ, എന്നിട്ട് അദ്ദേഹത്തോട് കിടന്നുറങ്ങാൻ പറയൂ എന്ന് പറയുന്നു. എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, എങ്ങനെയുള്ള ഒരു പ്ലെയറിനെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ധോണി നമ്മുടെ രാജ്യത്തിന് നേടിത്തന്നത്, നിങ്ങൾ കാലത്തെഴുന്നേറ്റ് നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കണം. നിങ്ങൾ അതിലൊരു ചെറിയ അംശമെങ്കിലും നാടിനു വേണ്ടി ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം.